ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ബിഗ് ബോസ് ജേതാവ് ജിൻഡോയുടെയും പ്രൊഡക്ഷൻ കൺട്രോളർ ജോഷിയുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി. പ്രതി തസ്ലീമ സുൽത്താനയുമായി ലഹരി ഇടപാടുകളില്ലെന്ന് ഇരുവരും മൊഴി നൽകി. അതേസമയം ഷൈൻ ടോം ചാക്കോ ലഹരി വിമുക്തി ചികിത്സ പൂർത്തിയാക്കിയില്ല എങ്കിൽ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ല എന്ന് ആലപ്പുഴ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് വിനോദ് കുമാർ 24-നോട് പറഞ്ഞു. കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതി തസ്ലീമ സുൽത്താനയുമായി ഇരുവർക്കുമുള്ള ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനാണ് വിളിച്ചു വരുത്തിയത്. തസ്ലീമയുമായി 6 വർഷത്തെ പരിചയമുണ്ട്, ഇടയ്ക്ക് പണം നൽകിയിട്ടുണ്ട്. എന്നാൽ അത് ലഹരി ഇടപാടുകൾക്കല്ലെന്ന് ജോഷി. ഞാൻ വർഷങ്ങളോട് അറിയുന്നൊരു ലേഡിയാണ്. അവൾ ഒരു കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളത് കണക്ട് കൊടുക്കും, അല്ലാതെ വേറെ ഒരു ഇടപാടൊന്നുമില്ല. ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഒരു 10, 200, 300 ഇട്ട് കൊടുക്കുന്നല്ലാതെ വേറെ നമ്മളൊന്നും കൊടുക്കൂല. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ജിൻഡോയെ വിട്ടയച്ചു. പ്രതി തസ്ലീമയുമായി ലഹരി ഇടപാടുകളില്ല, വെറും പരിചയം മാത്രമെന്ന് ജിൻഡോ. അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് തസ്ലീമ പണം വാങ്ങി, കൈയും കാലും പിടിച്ചപ്പോൾ പണം കൊടുത്തുവെന്നും ജിൻഡോ. അവരെ ഒരു 2 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കാരണം പുള്ളിയായിട്ട് ഫാഷൻ ഷോയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മരിച്ചു എന്ന് പറയണം. അപ്പോൾ അപ്പം മരിച്ച ഒരു 1000 രൂപ വണ്ടിക്കാശിന് പോകാനെന്ന് പറയണം. കൈയും കാലും പിടിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പൈസ ഇട്ട് കൊടുത്തു. എനിക്ക് ഒന്നും അറിയില്ല. ചികിത്സക്കിടയിൽ ലഹരി കേസുകളിൽ പെടുകയോ ചികിത്സ പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്താൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ലെന്ന് ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ വിനോദ് കുമാർ. സ്മോൾ ക്വാണ്ടിറ്റി ഡ്രഗ്സ് കൈവശം വയ്ക്കുകയും അത് സ്വന്തം ആവശ്യത്തിന് വയ്ക്കുകയും കൈവശം വെച്ച് ആണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് വോളണ്ടറി ആയിട്ട് വിധേയമായി കഴിഞ്ഞാൽ ആ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്നും ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം. പ്രതി തസ്ലീമയും മോഡൽ സൗമ്യയും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾക്കാണ് അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടുള്ളത്. 24 ആലപ്പുഴ.